ഇനീഗോ മാർട്ടിനസ് ബാഴ്സലോണ വിട്ടത് ഓരോ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു പൊട്ടണ സീനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇനീഗോ മാർട്ടിനസ് ബാഴ്സലോണ ഓരോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആംബാൻഡ് അണിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹി വാസ് അവർ ക്യാപ്റ്റൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നമുക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ ഒരു പേടിയും ഇല്ലാതെ വിചാരിക്കാൻ പറ്റുന്ന ഒരു താരമായിരുന്നു ഇനീഗോ മാർട്ടിനസ് എന്ന് പറയുന്ന താരം. ആ താരം അൽ നാസറിലെ ഏത് ക്ലബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാണ്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ക്ലബിൻ്റെ മറ്റേ ഫിനാൻഷ്യൽ സംഭവങ്ങളെല്ലാം വിചാരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഒരു 9 മില്യൻ്റെ അടുത്തുള്ള സാലറി സംഭവങ്ങളിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ആ ഡിഫൻസീവ് സ്പേസിലേക്ക് ആരാണ് ഇനീഗോ മാർട്ടിനസിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫാൻസിനും ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ സന്തോഷിക്കാം, സങ്കടപ്പെടാം, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സന്തോഷിച്ചാൽ അടുത്ത ദിവസം നീ സങ്കടപ്പെടേണ്ട എന്തെങ്കിലും ഒരു സാധനം ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമ്മളിപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല എന്നുള്ളൊരു സംഭവം തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് മിസ് ഈസ് ലൈക്ക് എ ബിഗ് മിസ് ആൻഡ് വിച്ച് മൈറ്റ് ബി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിസ്സായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഒരു ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഉണ്ടാവാൻ പോകുന്നൊരു പേരായിരിക്കും ഇനീഗോ മാർട്ടിനസ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഐ ആം ലിറ്ററലി so sad. What's your opinion?